ശബരിമലയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാർഗനിർദ്ദേശം കർശനമാക്കുന്നു. അയ്യപ്പ ഭക്തരോട് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുത്. തിരക്ക് നിയന്ത്രിക്കാൻ വടിയെടുക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. ശബരിമല ദർശനത്തിനെത്തുന്നവരെ സ്വാമി എന്ന് തന്നെ വിളിക്കണം. ജോലി സമയത്ത് മൊബൈൽ ഫോണിലൂടെയും സമൂഹ മാധ്യമ ഉപയോഗവും വിലക്കി. CCTVയിലൂടെ പോലീസുകാരുടെ സേവനം കൃത്യമായി നിരീക്ഷിക്കും. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ 18-ാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തിയ ഒരു സംഭവം. ഈ വിഷയത്തിൽ ഭക്തജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുടെ അടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇത് ഹൈക്കോടതി ഇതിലൊരു ഇടപെടൽ നടത്തുന്നു. മാത്രവുമല്ല, ഇതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് വരികയാണ്. കാരണം അയ്യപ്പ ഭക്തന്മാരോട് പോലീസ് ഒരു കാരണവശാലും മോശമായി പെരുമാറാൻ പാടില്ല എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശബരിമലയിലേക്ക് എത്തുന്നവരെ സ്വാമി എന്ന് വിളിക്കണം, അല്ലെങ്കിൽ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നെല്ലാം പറയുമ്പോൾ അതൊരു മാർഗനിർദ്ദേശമായി ഇറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കടന്നോ? തീർച്ചയായും ആ ഫസ്റ്റ് ടൈം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോഴായിരുന്നു ഈ വിവാദമായ സംഭവം ഉണ്ടായത്. കാര്യമായ തിരക്ക് നിയന്ത്രണത്തിലടക്കം കാര്യമായ പേരുദോഷമില്ലാതെയായിരുന്നു ഫസ്റ്റ് ടൈം ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും മടങ്ങിയത്. പക്ഷേ ഈ സമയത്താണ് അപ്രതീക്ഷിതമായി ഈ ഒരു 18-ാം പടിയിൽ നിന്നും ഉള്ള ഫോട്ടോഷൂട്ട് വിവാദം വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, പോലീസിനെ സംബന്ധിച്ചോളം വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവത്തിലേക്ക്, വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സംഭവത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പോലീസിന് കേൾക്കേണ്ടി വന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത്തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈന്ദവ സംഘടനകൾ അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇടപെടേണ്ടി വന്നിരിക്കുന്നു. ഭക്തജന സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉയരേണ്ട വന്ന ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. ആ ഒരു വിഷയത്തിൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ. വാർത്ത പുറത്തു വന്ന ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം വന്ന സാഹചര്യത്തിൽ തന്നെ DGP അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് 18-ാം പടിയിലെ ഈ ഫോട്ടോ എടുപ്പ് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സോപാനത്തെയും തിരുമുറ്റത്തെയും ഫോട്ടോ എടുപ്പ് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു നടപടി വന്നിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായത്. അങ്ങനെ വലിയ രീതിയിലേക്ക് ഒരു പ്രതിസന്ധിയാകുന്ന ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി എല്ലാ വർഷവും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. എങ്കിൽ പോലും ഈ പുതിയ സാഹചര്യത്തിൽ അത് വലിയ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രം ജോലി നോക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഭക്തജനങ്ങളോട് കൃത്യമായി മാന്യമായി പെരുമാറണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി പറയുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ഉപയോഗം കൂടി കൃത്യമായി കണക്കിലെടുത്തുകൊണ്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. CCTVയിലടക്കം പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനത്തെപ്പറ്റി നോക്കും. ഭക്തരെ സ്വാമിമാർ എന്ന് മാത്രം വിളിക്കുക എന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മണ്ഡലകാലത്തിൻ്റെയും മകരവിളക്ക് തീർത്ഥാടന കാലത്തിൻ്റെയും തുടക്കത്തിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷേ പുതിയൊരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കർശനമായി നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടാക്കാൻ പാടില്ല. ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ഈ ഒരു വിഷയത്തിലൊക്കെ തന്നെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി എന്തായാലും കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും തിരക്ക് നിയന്ത്രണങ്ങളിലടക്കം പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് കോടതി പറയുമ്പോഴും ഈ 18-ാം പടിയിലെ ഫോട്ടോഷൂട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതി എടുത്തിരിക്കുന്നതെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പുതിയ നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്ന് വീണ്ടും കേസ് കോടതി പരിഗണിക്കുന്നു. ആ ഒരു സമയത്ത് കൂടിയാണ് കൃത്യമായ ഒരു നിർദ്ദേശം, ഈ മാർഗനിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വെക്കുകയും കൃത്യമായി അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് തന്നെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ വ്യക്തമാക്കുന്നത്. ദേവിക, ശരി.